നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കിഡിൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസിൽ ഒന്നാണ്. ചിക്കൻ ബിരിയാണിയുടെ ഒപ്പം കിടപിടിക്കുന്ന ഒരു ഐറ്റം, അതായത് ഗീ റൈസും ചിക്കൻ കുറുമയും. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ആർക്കും തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഹിൽ ടോപ്പ് കിച്ചൺ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ പോയി ഗീ റൈസും ചിക്കൻ കുറുമയും അങ്ങോട്ട് റെഡിയാക്കാം. അപ്പം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ പൊടിച്ചെടുത്ത സാധനമാണ്, പറമ്പിലുണ്ടായ മഞ്ഞൾ. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമ്മുടെ ചിക്കനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തൈരോട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യാത്. ഇനി ഇതെല്ലാം അങ്ങോട്ട് ചിക്കനിലേക്ക് അങ്ങോട്ട് നമുക്ക് പുരട്ടി എടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിങ്ങനെ പുരട്ടി നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം. നല്ല രീതിയിൽ തൈരും നമ്മുടെ ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഗീ റൈസിനുള്ള റൈസൊക്കെ അങ്ങോട്ട് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കുറുമ അടിക്കാം കേട്ടോ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കി തീ കത്തിച്ച് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം അരി വെക്കാനുള്ള. അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്തോളും, പെട്ടെന്ന് തിളച്ചോളും. എറിഞ്ഞ എന്നെ കൊല്ലും. നമ്മുടെ ഇതെന്താ വെള്ളം തിളച്ച? അതെ, പന്ത് പിന്നെ പറിക്കുക. ഇവിടെ നമ്മൾ പന്ത് കളിയെന്ന് പറഞ്ഞാൽ വെട്ടി തിളച്ചണം നന്നായിട്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരി വേവുമ്പം എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കാതെ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസ്. നമ്മൾ അരിയെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി വേവിക്കാൻ നേരത്ത് കറച്ച് വറ്റിച്ചെടുക്കാനാണെങ്കിൽ 1 കിലോ റൈസിന് 1.5 ലിറ്റർ വെള്ളം കേട്ടോ, നമ്മുടെ ബസ്മതി റൈസൊക്കെ വെക്കുമ്പോൾ. നമുക്ക് നമ്മുടെ റൈസ് പതിയെ നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മിക്സായി കൊടുക്കാം. നമ്മൾ ഈ റൈസ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കോരിയെടുക്കുമല്ല. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ റൈസ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് 6 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേനും ഇത് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കുറുമ റെഡിയാക്കാം. തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഉരുളിയിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് ബേ ലീഫ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മുടെ നെയ്ക്കകത്തിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പൂടെ ഇട്ട് അങ്ങോട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇളക്കി നല്ല രീതിയിൽ ചിക്കനൊന്ന് ഒനിയനുമായിട്ട് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മുടെ മസാലയ്ക്കകത്ത് കിടന്ന് അങ്ങോട്ട് പെരണ്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തൈരും കൂടെ ഒഴിച്ച് ഇതങ്ങോട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ മിക്സാക്കി വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ തൈരിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ചൂടാ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ എന്തായാലും നമുക്ക് തുറന്നു നോക്കാവേ. ഓ പൊളിച്ചിടാ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് നമുക്ക് ഇതിനകത്ത് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കുക. ഇനി കാഷ്നട്ട് പേസ്റ്റൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കശുവണ്ടി അരച്ചത്, ബദാം അരച്ചത്, ഇതൊക്കെ നമ്മളപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഗീ റൈസ് അടിച്ച് തുടങ്ങാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായി നെയ്ക്കകത്തോട്ട് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീഫ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് വഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗീ റൈസിന് ആവശ്യമായ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് വഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗീ റൈസും അതുപോലെ ചിക്കൻ കുറുമയൊക്കെ ഇന്ന് ഉണ്ടാക്കിയത് പക്ക എല്ലാവർക്കും സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ മെത്തേഡാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച അരി ഇതിനകത്തോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇനി നമുക്കിതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. തീരെ ചൂടേ അടുത്ത് നിൽക്കാൻ പറ്റുമോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് അങ്ങോട്ട് എല്ലായിടത്തേക്കും ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയായി. സിമ്പിളല്ലേ? അപ്പോൾ നമ്മുടെ ഗീ റൈസും ചിക്കൻ കുറുമയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കണ്ടേ? സാധനം നല്ല മണം വരുന്നുണ്ട്. ആ ഗീ റൈസിൻ്റെയൊക്കെ ആ ഒരു നെയ്യുടെ മണമൊക്കെ കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസും കണ്ടോ, മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട്. നല്ല പൊളി സാധനം. ഇതും കുറച്ച് ചിക്കൻ കുറുമയുടെ ആ ഒരു ഗ്രേവിയും കുറച്ചുകൂടെ വെച്ച് നമ്മൾ തമ്മനയിലൊക്കെ എടുത്തതിന് ഒന്ന് ഡ്രൈ ആയി. അതിൻ്റെ ഗ്രേവി കുറച്ച് ഈ റൈസിലേക്ക് ഇടുക. എന്നിട്ട് ഒരു ചിക്കൻ്റെ പീസും, ഓ ഇത് ലെഗ് പീസൊക്കെ ശരിക്കും വെന്തട്ടെ, അതിൻ്റെ പീസ് നമ്മളെടുത്ത് ഇതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ഗീ റൈസും കൂട്ടി ഇതങ്ങോട്ട് കൂട്ടി കുഴച്ചെടുക്കാം. എന്നിട്ട് കഴിച്ച് നോക്കാം നമുക്ക്. അതെ, സാധനം വേറെ ലെവല്. ഈ ചിക്കൻ കുറുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കൊരു കുറുമ ആ ഒരു സെറ്റപ്പ് അല്ല. കുറച്ച് ഡ്രൈ ആയി, കാറ്റൊക്കെ അടിച്ച് നമ്മൾ ഈ തമ്മനയിലൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനെ ഗ്രേവിയൊക്കെ അടിയിൽ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ മസാല. അപ്പോൾ കുറച്ചും കൂടെ ചാറ് വെച്ചാൽ മതി കേട്ടോ. കഥയൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നു മോനെ, സാധനം നോക്ക്. ചിക്കനൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാടി വിളിക്കണ സെറ്റപ്പ്. ആ ഗീ റൈസും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ. പിന്നെ ഒന്നും വേണ്ട.
എൻ്റെ ലെഗ് പീസ് കാണാനില്ലടാ. തപ്പി പിടിക്ക്, കണ്ടുപിടിക്ക്. കൈയിട്ട് വരാൻ പറ്റില്ലല്ലോ. ആ എനിക്ക് ലെഗ് പീസ് വേണം. നോക്ക് കാണുന്നില്ലല്ലോ. ഷോ ഇതേ കിട്ടി. ഇതോ പോടാ. അതിൻ്റെ അടിയത്തെ ആ ലെഗ് പീസ് ഒന്നും അല്ല. ഒളിഞ്ഞിരിക്കാണല്ലോ ഇന്ന് ലെഗ് പീസ്. അടിയിലായിരിക്കും. ആയിരിക്കും. തൽക്കാലം കിട്ടിയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പാവുന്ന ലെഗ് പീസ് കിട്ടാണ്ട് വിഷമിക്കുന്ന ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. ഇതാ ഇവിടുന്ന് തന്നെയാണ് ഞാൻ സാറ് കട്ട് ചെയ്തു. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കട്ടോ. അത് ഞാൻ ഏറ്റു. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാൻ പ്ലേറ്റ് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അതൊന്നും ഒരു പ്രശ്നമില്ല മാൻ. ഇത് കട്ട് ചെയ്തില്ല. എനിക്കിത് എടുത്തിട്ട് മതിയാവുന്നില്ല കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞ നീ കട്ട് ചെയ്തിട്ടില്ല വീഡിയോ.